ആത്മാവുണ്ടോ? പിന്നെ അലക്സാണ്ടർ ജേക്കബ് സാറ് തൊരിയ സ്റ്റേജിലുള്ള ആളാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതായത് ബെഡ്റൂമിലെ പ്രേതം. ഇപ്പം ഞാനും സാറും കൂടെ എടുത്തൊരു ഇൻ്റർവ്യൂ ഏകദേശം ഒരു സാർ എന്നോട് പറഞ്ഞു, സാർ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണു തുറന്നപ്പോൾ ബെഡ്റൂമിലൊരു പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. സോ ഈ ഊർജ്ജത്തിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് പറ്റുന്നതല്ല. അമ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏത് ചിന്തയും വികാരങ്ങളും ഈ കുട്ടിയെ ബാധിക്കും. ഇന്നിപ്പോൾ അങ്ങനെ വല്ലതും അവസ്ഥ. അതുകൊണ്ടാണ് ഈ പോക്സോ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് ഈ പറയുന്ന പാരാസൈക്കോളജിസ്റ്റിനും ഈ സൈക്കോളജിസ്റ്റിനും ഉള്ളത്? ഒന്ന് പറയാമോ? നമ്മൾ മനസ്സിലാക്കുന്നതിന് അർത്ഥം വെച്ചിട്ടാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാന്ന് പറയാറില്ല. ഒരാശയത്തെ തന്നെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എടുക്കാം. നിരവധി ഹോട്ടലുകളുണ്ട്. നമുക്ക് അഭിരുചിയുള്ള ഹോട്ടലിൽ നമ്മൾ ഏതുവേണം കഴിക്കരുതോ? അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനൊരു പ്രാർത്ഥന സാറ് പറയുമ്പോഴാണ് ഒരുപാട് പേര് ഓർമ്മിക്കുന്നത്. അതിന് വലിയൊരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട് ടു യു. ഈ പരിശീലനത്തിൻ്റെ പാതയാണ് ഭക്തിയിലൂടെ നമ്മൾ നേടേണ്ടത്. ഭക്തി എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ അത് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ സംഗതി കയറി വരും, കണക്റ്റഡ് ആകും. എന്ത് നിങ്ങൾ ആഗ്രഹിച്ചോ അത് നമ്മളായിട്ട് കണക്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ പലരും പറയും, സാറേ ഇതൊരു സംഗതി കൊള്ളാമല്ലോ. നമ്മൾ ഈ മാഗ്നറ്റ് എന്ന് കണ്ടിട്ടില്ല? മാഗ്നറ്റ് മുമ്പ് എന്ത് ലോഹമായിരുന്നു? ഇരുമ്പായിരുന്നു അല്ലേ? പച്ചിരുമ്പായിരുന്നു. ഈ ഇരുമ്പിനെ എനർജൈസ് ചെയ്യപ്പെടില്ലേ മാഗ്നറ്റ് ആയത്? പക്ഷേ രൂപത്തിലും ഇപ്പോൾ 5 കട്ടയുണ്ടെന്ന് വിചാരിക്കുക. 5 ബ്ലോക്ക്, ഓരോ കിലോയുള്ള 5 ബ്ലോക്കുകൾ ഇവിടെ അടുപ്പിച്ച് വെച്ചിരിക്കും. ഇതിലൊരു ബ്ലോക്ക് എടുത്തുകൊണ്ട് നമ്മൾ എനർജൈസ് ചെയ്തു, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും വെയിറ്റ്? അതിന് കൂടുകയോ കുറയുമോ? സെയിം വെയിറ്റ് അല്ലേ? നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. കാരണം എനർജിക്ക് വെയിറ്റ് ഇല്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇതൊരു മാഗ്നറ്റാണ്. എന്നാൽ ഇവരെ ഒരുമിച്ചിരുത്തി കഴിഞ്ഞാൽ ഇത് 5 പേരും തിരിച്ചറിയാം ഇതിലേതാ മാഗ്നറ്റ് എന്ന്? അറിയില്ല. വോളിയം കൂടിയിട്ടില്ല. പക്ഷേ ഈ ചാർജ് ചെയ്ത ഒരു മാഗ്നറ്റ് കാണിച്ചാൽ 4 മാഗ്നറ്റുകളും അട്രാക്ട് ചെയ്യാൻ പറ്റും. യെസ് ഓർ നോട്ട്? അപ്പം നമ്മുടെ ഉള്ള ഊർജ്ജത്തെ എങ്ങനെ നമ്മൾ പോളിഷ് ചെയ്യുന്നു, അവേക്കനിങ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ചുറ്റിനും അമാനുഷികമായ രീതിയിൽ അട്രാക്ഷൻ സംഭവിക്കുന്നു. പക്ഷേ ഇവിടെ പലർക്കും ഇതൊക്കെ അറിയാത്തവരല്ല, പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ശരിയാകാത്തത്? പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എത്രയോ പൂജകളും വഴിപാടുകളും കഴിച്ചു, അല്ല ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അഫർമേഷൻ എഴുതി 500 ബുക്കായി. അഭിനവ ഗുരുക്കന്മാർ ഒരുപാടുണ്ട്, യൂട്യൂബ് ഗുരുക്കന്മാർ ഒരുപാടുണ്ട്. എഴുത്താ വെളുപ്പിനെ കുത്തിയിരുന്ന് എഴുത്താ. എനിക്ക് മാത്രം ശരിയാകുന്നു, ചിലക്ക് ശരിയാകുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ ഇതെല്ലാം ചെയ്താലും കാർമിക് എഫക്റ്റ് എന്നൊരു സാധനം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാവില്ല. ഈ കാന്തത്തിൽ എന്തുണ്ടാകുന്നു? റെസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ, കരി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ കുറയും. അത് നമ്മൾ പക്ഷേ ഈ ജീവിതകാലഘട്ടത്തിൽ ചെയ്തൊന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പല ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങൾക്കും പിന്നിലൊരു കഥയുണ്ട്, നമ്മൾ അറിയാത്തൊരു കഥ. ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സഞ്ചിത കർമ്മവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാർമിക് എഫക്റ്റ് അനുഭവിച്ചേ പറ്റൂ. കാർമിക് എഫക്റ്റ് 2 രീതിയിൽ വരും. അത് പോസിറ്റീവ് ആണെങ്കിൽ സുഹൃതമെന്നും പറയും, നെഗറ്റീവ് ആണെങ്കിൽ കർമ്മദോഷമെന്നും പറയും. അതുകൊണ്ടാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ചിലർ എത്ര ദുഷ്ടന്മാരാണ് ചുറ്റുമുള്ളവർ, അവരെ പന പോരാ വളർത്തുന്നു, ഞാൻ എത്രയോ നല്ല രീതിയിൽ ജീവിക്കുന്നു, എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു, എന്നിട്ടും എൻ്റെ ദുരിതം മാറുന്നില്ല. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവരല്ലേ അവരെ പന പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ? യെസ് ഓർ നോട്ട്? അത് ഇവരിപ്പോൾ ചെയ്തതിൻ്റെ ഒന്നുമല്ല, അത് മുൻ വരുമ്പോഴേ കൊണ്ടുവന്നതിൻ്റെ തൽക്കാലത്തേക്ക് അനുഭവിക്കുന്നു. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് നാളുകളിൽ ക്യാരി ഫോർവേഡാണ്, യാതൊരു സംശയമില്ല. യെസ് ഓർ നോട്ട്? യെസ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ആർക്കെങ്കിലും കിട്ടുന്നത് നമ്മൾ അയലോക്കക്കാരെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അത് ഇവർ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദുഷ്കർമ്മങ്ങൾ. ഇത് അടുത്ത സർക്കിളിൽ വന്നേ പറ്റൂ, അല്ല ഈ ജന്മത്ത് തന്നെ തൊട്ടടുത്ത സമയത്ത് തന്നെ സംഭവിച്ചേ പറ്റൂ, യാതൊരു സംശയമില്ല. കാർമിക് എഫക്റ്റ് പ്രധാനമായിട്ട് 3 രീതിയിലാണ് നമ്മുടെ ഈ പവറിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഒന്ന്, പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ അകത്തേക്ക് കൊടുത്ത ഇൻപുട്ട്, ചിന്തകൾ കൊണ്ടും മാലിന്യ ചിന്ത കൊണ്ടും ഇമോഷൻ കൊണ്ട് അകത്തേക്ക് കൊടുത്ത് ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് വരൂ. ഈ നിമിഷം വരെ നമ്മൾ മാലിന്യ ചിന്തകളും ആരെങ്കിലും ചിന്തിപ്പിച്ചതും കയറ്റിവിട്ടതുമൊക്കെ നിങ്ങൾ കൊണ്ട് നടന്നാൽ നിങ്ങളുടെ ആത്മാവിൽ അത് രൂഢമൂലമായിട്ട് പിടിക്കുന്നു. ഇത് നിങ്ങളുടെ എനർജി ഫീൽഡിനെ ലോ ആക്കുന്നു. രണ്ടാമത്തത് ജനിതകമാണ്, ജീൻ ട്രാൻസ്ഫർമേഷൻ. മെഡിക്കൽ സയൻസിലൊക്കെ ചോദിക്കാറില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആണോ, ഡയബറ്റിക്കോ ക്യാൻസറോ മനോരോഗങ്ങളോ, ഇതൊക്കെ വരുമ്പം ചോദിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പേരൻസിന് വരെ നമുക്ക് അറിയുള്ളൂ, ഗ്രാൻഡ് ഫാദർ വരെ അറിയുള്ളൂ വ്യക്തമായിട്ട്. പക്ഷേ 7 തലമുറ ബാക്കിലോട്ടുള്ള എഫക്റ്റും സെല്ലുകളിലൂടെ പകർന്ന പ്രസൻറ്റ് ലൈഫിൽ നിങ്ങളുടെ ശരീരത്തെയും ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും ബാധിക്കും.
അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഹാർഡ് പറഞ്ഞാൽ നമ്മുടെ ശരീരവും അതുമായിട്ട് അനുബന്ധമായിട്ടാണ് ജീവിതം. സോഫ്റ്റ് പറഞ്ഞാൽ ആത്മാവ്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ജനിതകമായിട്ടും വരുന്നു. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് ചോദിച്ചോട്ടെ. മരിക്കുമ്പോൾ എന്തെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടോ? നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുന്നതല്ലേ. ഞാനത് നിങ്ങളോടും ചോദിക്കുകയാണ്. ചാകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ മാഷേ? ഉണ്ടോ? നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ കുറേ പേര് സമ്മതിക്കും, പക്ഷെ പുറത്തുള്ളവർ സമ്മതിക്കുമോ? ഒന്നും കൊണ്ടുപോകാൻ ബാ നമുക്ക് അടിച്ചു കുടിക്കാം, ബാറിലോട്ട് പോകാൻ പറയും. സത്യമാണ്. മരിക്കുമ്പം ഈ ശരീരത്തിൽ ഈ ഹാർഡ്വെയറിൽ നമ്മൾ സമ്പാദിച്ചതോ ഹാർഡ്വെയർ ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ എനർജി കനോട്ട് ക്രിയേറ്റഡ് നൈദർ ഡിസ്ട്രോയിഡ്. അതും കൊണ്ടാണ് പോകുന്നത്. ഇവിടെ സംസ്കരിച്ചെടുക്കുന്നതാണ്, സംസ്കാരമാണ് അടുത്ത ജീവനിലെ സംസ്കാരമായിട്ട് വരുന്നത്. എന്ത് സംസ്കരിച്ചാലും അത് തന്നെ. ഒരു മനുഷ്യജന്മത്തിൽ 5 മരണമാണ് സംഭവിക്കുന്നത്. 5 മരണം. നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുക നിങ്ങളുടെ എത്ര മരണം കഴിഞ്ഞെന്ന്. ഓക്കെ, ഒന്നാമത് നമുക്കൊരു ശൈശവം ഉണ്ടായിരുന്നു. ഹാർഡ്വെയറിൻ്റെ മരണം കഴിഞ്ഞു. യെസ് ഓർ നോട്ട്? അപ്പോഴും ഞാനിവിടെ ഉണ്ട്. എൻ്റെ ഇപ്പോൾ 5ാമത്തെ സ്റ്റേജിലാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. 60 ഞാൻ പറയുന്നില്ല കേട്ടാ. മനുഷ്യനെപ്പോഴും ഇവിടെ കൂടുതൽ കാലം ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് 60 വയസ്സായി. എനിക്ക് 4 മരണങ്ങൾ കഴിഞ്ഞു. എനിക്കൊരു ശൈശവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ എനിക്കൊരു ബാല്യമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ചിന്തയുള്ളതുകൊണ്ടല്ലേ ഓർക്കുന്നത്. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളതുകൊണ്ടാണ്. ശരീരത്തിലെ ജീവകോശങ്ങളെല്ലാം നശിച്ചു, പിന്നെ വന്നുകൊണ്ടിരിക്കും. തലച്ചോറിലെ ജീവകോശങ്ങൾ, ന്യൂറോൺസ് ഒരിക്കലും മരിക്കുന്നില്ല. അതാണ് ഓർമ്മകൾ, പഴയ ഓർമ്മകൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്കൊരു ശൈശവമുണ്ടായിരുന്നു, ബാല്യം നഷ്ടപ്പെട്ടു, പിന്നോ കൗമാരമുണ്ടായിരുന്നു, അതുപോയി. പിന്നെ യൗവനം ഉണ്ടായിരുന്നു, ഒരു 50 വയസ്സിന് തൊട്ടടുത്ത് വരെ, അതും പോയി. അപ്പോഴും ഞാനിവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് 50 എക്സീഡ് ചെയ്ത് 60, 70, 80 പോകുമ്പോൾ പ്രകൃതി ചില സൈൻ നമുക്ക് തരും. ആദ്യം മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങും. പലരും പിടിവിടില്ല. പ്രപഞ്ചം കൃത്യമായി നമുക്ക് സൈൻ തരികയാണ്. ഇനിയും കുറച്ചുകൂടെയുള്ളൂ സൂര്യൻ അസ്തമിക്കാൻ, നീ ഇനിയും ഡെപ്പോസിറ്റ് ചെയ്തോളൂ. ഇനി അകത്തേക്ക് കൊടുക്കുന്ന സത്താണെങ്കിൽ നിനക്ക് ഇവിടുന്ന് ക്യാരി ഫോർവേഡ് കൊണ്ടുപോകാം. അതിനുള്ള സൈൻ തന്നു തുടങ്ങുന്നു. രണ്ടാമതോ, നമ്മുടെ ശരീരത്തിൽ ജലാംശമാണ് 80-82%. അത് പറ്റുന്നു. സ്ക്യൂസ് ചെയ്യുമ്പോഴും തൊലിയൊക്കെ ചുളുങ്ങുന്നു, അസ്ഥികളിൽ നിന്ന് മാംസമൊക്കെ വിടുന്നു, എനർജി കുറയുന്നു. അപ്പോഴാണ് നമുക്ക് നടക്കുമ്പോൾ വീഴുമോ എന്നുള്ളൊരു ഭയമൊക്കെ വരുന്നത്. എനർജി ലോസായി അവസാനം എന്ത് സംഭവിക്കുന്നു? ചില തെങ്ങിൻ്റെ ഓലമടലൊക്കെ ഇല്ലേ, പച്ച ഓലമടൽ പഴുത്ത് ഉണങ്ങി ലാസ്റ്റ് തരിയിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അപ്പോഴും ഇവിടെ ഞാൻ നിലനിൽക്കുന്നു. നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഓർക്കാൻ നിലനിൽക്കുന്നില്ല. അതാണ് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ ശേഖരിക്കുന്നത് അതെന്ത് വേണമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും തന്നാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇതിനെ ശരിയായ ഡയറക്ഷനിൽ വിടുക എന്നുള്ളതാണ് ആധ്യാത്മികതയിലൂടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആധ്യാത്മികതയും കേട്ടിട്ടുണ്ട്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ബേസിൽ വസ്തുനിഷ്ഠമായിട്ട് ഉള്ള ചിട്ടകളിലൂടെ ഒരു മനുഷ്യനെ അവൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവനെ ക്ലെൻസ് ചെയ്യാനും എനർജൈസ് ചെയ്യാനും വേണ്ട പുറമെയുള്ള ആക്ടിവിറ്റിയാണ് ആധ്യാത്മികത. അതിനുള്ള ആഴത്തിലുള്ള സൂക്ഷ്മ അംശമാണ് ആത്മീയത. ആത്മാവിലേക്ക് എത്താനാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആധ്യാത്മിക ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥമറിഞ്ഞ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളിലുള്ള സൂക്ഷ്മതലത്തിൽ അതിന് മാറ്റമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിച്ചുകൊണ്ടേയിരിക്കും. ഓരോ പാഠങ്ങളും. ഭഗവത്ഗീത നമുക്കറിയാം. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മനഃശാസ്ത്ര ടെസ്റ്റാണ്. അതിൻ്റെ ഒരു പദാനുപദം ഹരിച്ച് ഗുണിച്ച് ഗ്രഹിച്ചിട്ടുള്ള ആളാണ് അലക്സാണ്ടർ ജേക്കബ് സാർ. ഹിന്ദുവായി എനിക്ക് പോലും അറിയില്ല അത്രയൊക്കെ. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ അത് മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി അത് ഏറ്റവും ആത്മാക്കൾക്കേ കിട്ടൂ. ഏത് ഭാഷയും അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വഴങ്ങും. അപ്പം മനസ്സിലാക്കാനുള്ളത് ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ വിഷാദത്തിൽ നിന്നാണല്ലോ. 1-ാം അധ്യായം ഇൻട്രൊഡക്ഷനാണ്. ഏതൊരു ടോപ്പിക്കിനും ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അർജുന വിഷാദ യോഗം എന്നാണ് പറയാം. വിഷാദ രോഗമല്ല. ഇന്ന് ആധുനിക സൈക്കോളജിയിൽ വിഷാദ രോഗത്തിനാണ് ചികിത്സ. കൊച്ചു കുട്ടികൾ മുതൽ കുടുംബിനികൾ മുതൽ കുടുംബസ്ഥർ മുതൽ വിഷാദത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു. അതിലൂടെ സൈക്കോസൊമാറ്റിക്കൽ ഡിസീസിലേക്ക് മാറുന്നു. അന്നത്തെ വിഷാദം യോഗമായിരുന്നു. ആ ഒരു വിഷാദമില്ലായിരുന്നുവെങ്കിൽ യോഗപാതയിൽ അർജുനനെത്തില്ലായിരുന്നു. കാര്യത്തിന് ചോദ്യങ്ങൾ വരുന്നപ്പോഴാണ് അർജുനനെ പറ്റി കൃഷ്ണൻ ഒന്ന് ഉയർത്തിക്കൊടുത്തു, ഒന്ന് പുകഴ്ത്തിക്കൊടുത്തു. അയാളുടെ കഴിവെന്ത് എന്നുള്ളതിന് കൃഷ്ണൻ അങ്ങോട്ട് പറയുകയാണ്, നീ ഇങ്ങനെ തളർന്നിരിക്കാതെ. അപ്പോൾ അർജുനൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ അധർമ്മമല്ലേ ചെയ്യുന്നത്? എൻ്റെ മുന്നിലിരിക്കുന്നവരെ കാണുന്നവരെ എങ്ങനെ അത് കാണുമ്പോൾ ഞാൻ തളർന്നു പോകുന്നു.
അപ്പോൾ നീ ഇങ്ങനെ കരയാതെ സ്ത്രീകളെ പോലെ നിന്റെ കഴിവ് നിനക്കറിയില്ലേ, നീ എത്ര ധീര യോദ്ധാവാണ്. തൻ്റെ നമ്മുടെ കഴിവുകളെ പറ്റി പ്രശംസ കിട്ടിയാൽ ആരാ ഉണരാത്തത് അല്ലേ? അതിനെയാണ് പലപ്പോഴും നമ്മൾ അഫർമേഷനൊക്കെ സ്വയം ചെയ്യുന്നത്. നമ്മൾ പാടി പുകഴ്ത്തുമ്പം, വിഗ്രഹങ്ങൾ പാടി പുകഴ്ത്തുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷനാണ് ചെല്ലുന്നത്. അപ്പോഴാണ് ഒരു ഉണർച്ച ഉണ്ടാകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം തളർന്ന അർജുനെ ഒന്ന് ഉയർത്തി കഴിഞ്ഞപ്പോഴോ അർജുനൻ്റെ ചോദ്യം അപ്പോഴാണ് വരുന്നത്, ഞാൻ കൊല്ലുന്നത് പാപമാണോ? അപ്പം ഭഗവാൻ 2-ാം അധ്യായത്തിൽ സാഖ്യാവതി പറയാണ്, അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്രകാ പരിധി. നീ അവ്യക്തമായിരുന്നു എപ്പം? ഭൂതത്തിൽ. ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് നിൻ്റെ എനർജി ആയിരുന്നു. പിന്നെ വ്യക്തമായിട്ട് മധ്യകാലഘട്ടത്തിൽ ഈ ശരീരം നിനക്ക് ലഭിച്ചപ്പോൾ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ. എസ് ഓർ നോട്ട്? വീണ്ടും അവ്യക്ത നിധനാന്യവ തത്രകാ പരിദേവന, വീണ്ടും അവ്യക്തത്തിലേക്ക് മറയുന്നതാണ് നീ. അപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അപ്പോൾ എന്നിലേക്ക് ഈ ഊർജത്തിലേക്ക് മാലിന്യങ്ങളെ കയറ്റിയ മാലിന്യങ്ങളെ എടുത്ത് കളയുക, അതിനെ എനർജൈസ് ചെയ്യുക. ഈ ഒരു പ്രക്രിയയാണ് സ്പിരിച്വാലിറ്റിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിയിലായിക്കോട്ടെ എവിടെയും ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള റിസോഴ്സിനെ അക്വയർ ചെയ്തെടുക്കുക, അതിനെ പരിപാലിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ പിന്നീട് നമ്മൾ കൊടുക്കുന്ന ഏതാശയവും നമ്മൾ പ്രപഞ്ചമായിട്ട് കണക്റ്റഡ് ആകുന്നു, നമ്മളിലേക്ക് എത്തിയേ പറ്റൂ. ഇനി അങ്ങനെ എത്തിയിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ പറ്റിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. ചോദ്യങ്ങൾ പിന്നീട് നോക്കി. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ 2 കോൺക്ലേവുകളിലും സാറിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. നിരവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഗുരുജിയോടും നിഷാന്ത്ജിയോടും ചോദിച്ചു. ഇന്ന് അവർക്ക് ഉറങ്ങാനുള്ളൊരു സാഹചര്യം കൂടെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ സൈക്കോളജിയിൽ വളരെ മനസ്സിനെ അഗാധമായി പഠിക്കുകയും വ്യത്യസ്ത തലങ്ങളിൽ കൂടെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തി പോകുന്നതുമാണ് സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സാർ, ഒരു ക്വസ്റ്റ്യൻ. അതായത് ഹലോ, സാധാരണ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്ന സമയങ്ങളിൽ അവർ ക്യാരി ചെയ്യുന്ന ഇമോഷൻസാണ് സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാകുന്നത്. ഒരു അഡോളൻസ് ഏജിലേക്ക് ഒരു കുട്ടി വരുന്ന സമയത്ത് ഒരു അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടിയായിരിക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ലതാണെന്ന് സാർ പറയുകയുണ്ടായി. അപ്പോൾ എന്ത് ബേസിലാണ് നല്ലത്? 2, ഇപ്പോൾ നല്ല സോൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു എന്താ പറയുക, ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനൊരു നിയോഗമുണ്ടെങ്കിൽ എത്തും. പക്ഷേ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ എന്തെങ്കിലും ഒരു കാർമിക് ബാലൻസ് കൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് അവർ ഡിസർവ് ചെയ്ത് അനുഭവിക്കേണ്ട യോഗങ്ങൾ ഇവിടെ അനുഭവിച്ചിട്ടാണല്ലോ തിരിച്ചു പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ജനിക്കുന്ന കുട്ടി സ്വാഭാവികമായിട്ടും ഈ അമ്മ മാനസികമായി വിഷമം അനുഭവിച്ച് കുട്ടി ജനിക്കുന്ന സമയത്ത് അതുപോലെ ഇവിടെ അനുഭവിക്കണം. അപ്പോൾ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ കുട്ടി നല്ലതായിരിക്കണേ, ഒരു കുഴപ്പം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതൊരു സെൽഫിഷ് അല്ലേ? 2, ഇത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി അഡോളൻസ് ഏജിലേക്ക് പോകുമ്പോൾ ഇത്രയും കൺസൾട്ടൻ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് കുട്ടിയെ കറക്റ്റ് മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല? അപ്പോൾ അവിടെ സ്പിരിച്വാലിറ്റിക്കും മനസ്സിനും എന്താ ബന്ധം? യെസ്, ഇത് നമുക്ക് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് 3 ഘട്ടങ്ങളാണ്. ഒന്ന്, മാതൃഗർഭത്തിലിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ മാതാവിൻ്റെ വിചാരങ്ങൾ. അതിനാണ് നേരത്തെ അലക്സാണ്ടർ ജേക്കബ് സാർക്ക് പറഞ്ഞത്, വയറ്റിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ചിന്ത എന്താണ്. ഞാൻ പലപ്പോഴും ജയിലുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പം അവിടെ ബോൺ ക്രിമിനൽസിനെ കാണാം. ജനിച്ചപ്പോൾ തൊട്ട് അവർ എന്തായി ആ മാതാവിൻ്റെ സംഘർഷകരമായ പ്രശ്നങ്ങളും ആരെ കൊല്ലണം വല്ല അവരനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം ഉള്ളിലേക്ക് ഫീഡായിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എപ്പോൾ വേണമെങ്കിൽ ട്രിഗർ ചെയ്യാം. അപ്പം പണ്ട് അതുകൊണ്ടാണ് പയോവ്രതം, സീമന്തം പോലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് മാതാപിതാക്കൾ ആചരിച്ചു. ഞാൻ എപ്പോഴും പറയുന്നത്, ഒരമ്മയുടെ വയറ്റിൽ കുഞ്ഞ് പിറക്കുമ്പോൾ അച്ഛൻ്റെ തലയിലും പിറക്കണം. ഈ അച്ഛനാണ്, ആ പിതാവാണ് അമ്മയ്ക്ക് വേണ്ട എല്ലാ പരിരക്ഷയും സംരക്ഷണവും കൊടുക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താ സംഭവിക്കുക, വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകൾ കഴിഞ്ഞ് ഒരു 5-6 മാസമൊക്കെ ആകുമ്പോഴാണ് ശരിക്കും തിരിച്ചറിയുന്നത് വ്യക്തിത്വങ്ങൾ. അപ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയാണ്. സംഘർഷത്തിലൂടെയാണ് ആ മാനസികാവസ്ഥ പോകുന്നെങ്കിലോ വരും തലമുറയിലേക്ക് ബാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മമാർക്ക് അറിയാമെങ്കിലോ എന്താ വേണ്ടത്? നമ്മുടെ അകത്തേക്ക് കടത്തിവിടാതിരിക്കാൻ മറ്റു പല മാർഗങ്ങളിലേക്ക് തിരിക്കേണ്ടി വരുന്നു. അതിനാണ് പണ്ട് സ്പിരിച്വാലിറ്റി. രാജകൊട്ടാരങ്ങളിലൊക്കെ റാണിമാർ പ്രഗ്നൻ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? പ്രത്യേക ഒരു സുഖവാസ കേന്ദ്രത്തിൽ താമസിപ്പിക്കും. അങ്ങോട്ട് വേറെ ആരെയും കടത്തില്ല. തോഴിമാരൊക്കെ ഉണ്ടാവും. ഇനി രാജാവിന് വരാം, കുറച്ച് സമയം വന്ന് വിശ്രമിച്ച് ഉല്ലസിച്ചിട്ട് പോകാം, ശയിപ്പിക്കത്തില്ല കൂടെ. കാരണം അമ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏത് ചിന്തയും വികാരങ്ങളും ഈ കുട്ടിയെ ബാധിക്കും. ഇന്നിപ്പോൾ അങ്ങനെ വല്ലതാണോ അവസ്ഥ? അതുകൊണ്ടാണ് ഈ പോക്സോ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പീഡനവീരന്മാർ ചെറുപ്പത്തിലേ ഉണ്ടാകാനുള്ള കാരണം മനസ്സിലാകുന്നുണ്ടോ? ആദ്യം മുതൽ ഇൻസേർട്ടായി പോകുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യതയോടുകൂടിയാണ് അന്ന് പരിപാലിച്ചിരുന്നത്. ഇനി
പിറന്നു കഴിഞ്ഞാലോ അപ് ടു 10 years ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുട്ടിക്ക് സ്വയം കുഴഞ്ഞ കളിമണ്ണ് പോലെയാണ് തലച്ചോറ്. അവിടേക്ക് എന്ത് പിടിച്ചാലും പിടിക്കും, പിന്നീട് അത് ഉറയ്ക്കുന്നു, പിന്നെ മാറില്ല. ചില ബിലീഫ് സിസ്റ്റം, ചില നാർസിസ്റ്റ് ചിന്താഗതികൾ, ഇതൊക്കെ ചെറുപ്പം മുതൽ ചില കുട്ടികൾ കിട്ടാതെ വരുന്ന പല സംഭവങ്ങൾ ഈ കുഴഞ്ഞ കളിമണ്ണിൽ പിടിച്ചു കഴിഞ്ഞാലോ അത് ഉറച്ചു കഴിഞ്ഞാൽ, ഗാഠമായി കഴിഞ്ഞാൽ മാറില്ല. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ചുറ്റുപാടുകൾ നിരീക്ഷണത്തിലൂടെ. ഈ നിരീക്ഷിപ്പിക്കേണ്ടതാരാ? പേരൻസാണ്. ഒരു ചെടിയാണേലും വളർന്നു വരുമ്പോൾ തണ്ട് മൂക്കുന്നതിന് മുമ്പാണ് വളച്ച് വളർത്താം. നമ്മുടെ മൂല്യങ്ങൾ, സംസ്കാരങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ ഫീഡ് ചെയ്യാൻ പറ്റണം. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെന്ന് പറഞ്ഞില്ലേ നമ്മൾ, മതങ്ങളിൽ സ്ട്രിക്റ്റായിട്ടുള്ള മതങ്ങളിൽ അത് ഏകദേശമൊക്കെ സ്പിരിച്വാലിറ്റി കുറേയൊക്കെ നിർബന്ധമാണ്. 10 വയസ്സിനുള്ളിൽ മതപാഠശാലകൾ കമ്പൽസറിയാണ്. പക്ഷെ അവിടെ മതമേ പഠിപ്പിക്കുന്നുള്ളൂ, അതിനകത്തുള്ള സയൻസ് പഠിപ്പിക്കുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. തെറ്റായതാണ് പലപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂല്യങ്ങൾ നേരത്തെ ഈ പറഞ്ഞ നമ്മൾ ആദ്യം വന്നിട്ടുള്ളവർക്കറിയാം. ഇവിടെ ഒരു വീഡിയോ കാണിച്ചല്ലേ, കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അനിമേഷൻ രൂപത്തിൽ നമ്മുടെ മൂല്യങ്ങളെ ഒന്ന് പെട്ടെന്ന് പിള്ളേർ കണക്റ്റ് ആകും. അതിൻ്റെ സയൻസിലോട്ടാണ് പോയത്. ഇത് അത്തരത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റം ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ വളർത്തുന്നെങ്കിലോ തീർച്ചയായിട്ടും 10 വയസ്സിനുള്ളിലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അഡോളസൻസ് കഴിഞ്ഞ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്തിനോട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നോ അതായി മാറുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ പലപ്പോഴും നമ്മുടെ അടുത്തൊക്കെ വരുന്നവർ ഒരുപാട് ക്ലേശത്തിൽപ്പെട്ട് വരുന്നവരാണ്. അതിന് പരിഹാരം തേടി വരുമ്പോൾ എന്താ, നമ്മൾ റീറൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാതാപിതാക്കളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും അറിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ചറിഞ്ഞപ്പം ഇനി മുതൽ റീപ്രോഗ്രാം ചെയ്യുന്നതാണ് നമ്മളൊരു പുതിയ തലത്തിലേക്ക് എത്തുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? യെസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം സാർ. ഒരു സംശയം കൂടെ, ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനോട് സംസാരിക്കും, ഒരാൾ പറയണേ താങ്കൾക്ക് മാനസികമായി പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ പിരിമുറുക്കം കൂടെ ഉള്ളൂ. പക്ഷേ നമ്മളൊരു സെൽഫ് റിയലൈസേഷനിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് പറഞ്ഞാലും സാറ് പറഞ്ഞ പോലെ അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്, നമ്മളൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഇന്ന് നിരന്തരം നമ്മൾ മാനുഷിക ജീവിതത്തിൽ അച്ചീവ്മെന്റ്സിന്റെ പുറകെ നടക്കുമ്പോൾ നമുക്ക് എല്ലാ അസറ്റും വേണം, ആസ്പിറേഷൻ ലീഡ്സ് എല്ലാം വേണം, സാറ് പറഞ്ഞതുപോലെ. അതുണ്ടെങ്കിലേ ഇവിടുന്ന് അനുഭവിച്ചിട്ട് ഉല്ലാസിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ വേണ്ടാന്ന് പറയുന്ന അവധൂതന്മാരുടെ കാറ്റഗറിയിൽ നിൽക്കുന്നതും ഗുരുക്കന്മാരും വളരെ വിരലിൽ എണ്ണാവുന്നതാണ്. തസ്മൈ ഗുരുജിയെ പോലെ എനിക്കൊന്നും വേണ്ട, തസ്മൈ ഗുരുജിയുടെ ഡ്രസ്സ് തന്നെ നോക്കി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഇത് എനിക്ക് ഡിസർവാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞു പോകുമ്പോൾ നിനക്ക് മാനസികമായിട്ട് പ്രശ്നമാണ്, നീ ഏതെങ്കിലും നല്ല കൺസൾട്ടറിനെ കാണിക്കൂ. കേരളത്തിൽ 99% സൈക്കോസൊമാറ്റിക് ഉണ്ടെന്ന് പറയുന്നതിൽ പിന്നെ എന്ത് കോൺട്രിബ്യൂഷൻസാണ് ഈ പറയുന്ന പാരാസൈക്കോളജിസ്റ്റിനും ഈ സൈക്കോളജിസ്റ്റിനും ഉള്ളത്? ഒന്ന് പറയാമോ? നമ്മൾ മനസ്സിലാക്കുന്നതിന് അർത്ഥം വെച്ചിട്ടാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് പറയാറില്ല. ഒരാശയത്തെ തന്നെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എടുക്കാൻ പറ്റും. ഇപ്പം പലപ്പോഴും എല്ലാം ത്യജിച്ചോ എന്ന് പറയുന്ന ഒരുപാട് സന്യാസ ശ്രേഷ്ഠന്മാരുണ്ടല്ലേ. കാരണം ത്യജിക്കാൻ പറയുന്ന നമ്മുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യന് മനസ്സമാനക്കേടുണ്ടാകുന്നത്. അതുകൊണ്ടെല്ലാം കൈവിട്ടോളാൻ പറയും. പക്ഷേ അങ്ങനെ കൈവിട്ട് കളയാൻ പറയുന്ന സന്യാസി ശ്രേഷ്ഠന്മാരും ആശ്രമങ്ങൾ പോലും അവർ ഫോക്കസ് ചെയ്യുന്ന സമ്പത്തിലേക്കാണ്. കാരണം ആ പ്രസ്ഥാനങ്ങൾ വളരണം. ഇപ്പം ഞാൻ പല ആത്മീയ കേന്ദ്രങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നതും റിസർച്ചിൻ്റെ ഫലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും എല്ലായിടത്തും എനിക്ക് ആക്സസ് ആണ്. സാധനമെല്ലാം ഒന്നാന്ന് നമുക്കറിയാം. പക്ഷെ ഓരോ സ്ഥലങ്ങളിലും ഒരു സ്ലോട്ടുണ്ട്, അതിനകത്ത് നിർത്തലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അല്ല അവരുടെ ഡിമാൻഡ് പോയി, എല്ലാം ഒന്നാണെന്ന തലത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഈ സിസ്റ്റമാണ് ഏറ്റവും പെർഫെക്റ്റ്, ഇതിലൂടെ തന്നെ പോയാലേ നിങ്ങൾ അവിടെ എത്തൂ എന്നുള്ളത്. ഈ അണികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ദിവസവും കണ്ടും കേട്ടും ഉള്ളതിന് ആ സ്ലോട്ടിനകത്ത് അതിനെ നമ്മൾ സൈക്കോളജിയിൽ ട്രാൻസ് എന്ന് പറയും. ഒരു ട്രാൻസ് അവസ്ഥയിലാകുന്നു. അതിൽ നിന്ന് മറികടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിയായ ആജ്ഞാനം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് സ്വീകരിക്കാം. നമുക്ക് കൈയടിക്കുന്ന അടിച്ചുറപ്പിക്കാൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നിരവധി ഹോട്ടലുകളുണ്ട്. നമുക്ക് അഭിരുചിയുള്ള ഹോട്ടലിൽ നമ്മൾ ഏതുവേണം കഴിക്കരുതോ? അവിടെ റെസ്ട്രിക്ഷൻ അല്ല. എന്തകത്തോട്ട് എടുക്കണം നമ്മൾ തീരുമാനിക്കുക. അതെല്ലാം നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു. വാല്യുബിൾ ഇൻഫർമേഷൻ. അറ്റൻഷൻ അലക്സാണ്ടർ സാർ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ, എന്നാൽ ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ നിരവധി വേദികളിൽ പല ഗുരുക്കന്മാരുടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാറാണ് അതിനൊരു റൈറ്റ് ആൾ. 2023 നമ്മൾ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് പാരാസൈക്കോളജിസ്റ്റ് രാധാകൃഷ്ണ പണിക്കർ സാറുടെ ആഫ്റ്റർ ഡെത്ത് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുണ്ടായി. ഞാനന്ന് സാറിനോട് ഓപ്പണായിട്ട് കുറച്ച് ഡിബേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെസ്പെക്റ്റഡ് ബോച്ച കയറി അതിന് ആത്മാവില്ല എന്നൊക്കെ പറയുകയുണ്ടായി. ആത്മാവുണ്ടോ? പിന്നെ അലക്സാണ്ടർ ജേക്കബ് സാറ് തൊരിയ സ്റ്റേജിലുള്ള ആളാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതായത് ബെഡ്റൂമിലെ പ്രേതം. ഇപ്പം ഞാനും സാറും കൂടെ എടുത്തൊരു ഇൻ്റർവ്യൂ ഏകദേശം ഒരു 10 lakhs മേളിൽ അന്ന് പോയപ്പോൾ ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ഈ
അലക്സാണ്ടർ ജേക്കബ് സാർ എന്താണ് തൊരിയ സ്റ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു, സാർ എന്നോട് പറഞ്ഞു, സാർ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണ് തുറന്നപ്പോൾ ബെഡ്റൂമിലൊരു പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. സോ ഈ ഊർജ്ജത്തിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് പറ്റുന്നതല്ല. ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ സാറിൻ്റെ ഈ ഓരോ സംഭാഷണം കേൾക്കുമ്പോഴും ചിലപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം സാറ് പറഞ്ഞതുപോലെ ഞാൻ ഹിന്ദുവാണ്, ഇപ്പം ഏത് മതമാണെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു വഴികൾ മാത്രമാണ്. ഇവിടെ ഏതോ ഒരു അദ്ദേഹം മതത്തിനെക്കുറിച്ച് പറയുണ്ടായി. അപ്പോൾ ഏത് മതമാണെങ്കിലും ഒരു വഴി മാത്രമാണ്, നമ്മൾ ഊർജ്ജത്തിലേക്ക് അടുത്ത ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനൊരു പ്രാർത്ഥന സാറ് പറയുമ്പോഴാണ് ഒരുപാട് പേര് ഓർമ്മിക്കുന്നത്. അതിന് വലിയൊരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട് ടു യു. ആത്മാവുണ്ടോ സാറേ? ആത്മാവുണ്ടെങ്കിൽ സാറ് പ്രേതത്തിനെ കണ്ട കഥ ഞാനന്ന് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ കുറേ പേര് എന്നെ വിളിച്ചു ചോദിച്ചു. സാറ് തന്നെ പറയുകയാണെങ്കിൽ വളരെ സന്തോഷം.